പൗരാണിക മരിയൻ വണക്കങ്ങളിൽ പ്രസിദ്ധമാണ് മഞ്ഞുമാതാവിനോടുള്ള വണക്കം. ഇതിന് പിന്നിൽ രസകരമായ ഒരു ഐതിഹ്യമുണ്ട്. AD 352 റോമിലെ കുട്ടികളില്ലാത്ത ധനികരായ ദമ്പതികൾക്ക് സ്വപ്നത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. മാതാവിനോടുള്ള ആദരസൂചകമായി ഒരു ദേവാലയം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ദേവാലയ നിർമ്മാണത്തിനുള്ള സ്ഥലം മഞ്ഞാൽ മൂടപ്പെടുമെന്നും അറിയിച്ചു. ആഗസ്റ്റ് 5 കടുത്ത വേനലിൽ റോമൻ ജനത മെഴുതുറന്ന് ഒരു അത്ഭുത കാഴ്ചയിലേക്കായിരുന്നു. മഞ്ഞാൽ ആവരണം ചെയ്യപ്പെട്ട എസ്കെലിൻ കുന്ന്. വേനലിൽ കാണപ്പെട്ട ഈ പ്രതിഭാസത്തെ അത്ഭുതമെന്നാണ് റോമൻ ജനത വിശേഷിപ്പിച്ചത്. ഒരു ദേവാലയത്തിൻ്റെ മാതൃകയിൽ മഞ്ഞ് കുന്നിൻ മുകളിൽ കാണപ്പെട്ടു. 6 വർഷങ്ങൾക്ക് ശേഷം AD 358 മാതാവിനോടുള്ള ആദരസൂചകമായി കുന്നിൻ മുകളിൽ ദേവാലയം നിർമ്മിക്കപ്പെട്ടു. കത്തോലിക്ക സഭയുടെ മഞ്ഞുമാതാവിൻ്റെ ആസ്ഥാനമായി പിൽക്കാലത്ത് ഈ ദേവാലയം രൂപാന്തരപ്പെട്ടു. ബസിലിക്ക ഓഫ് സെന്റ് മേരി മേജർ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഈ ദേവാലയത്തിൻ്റെ സംരക്ഷണ ചുമതല നിർവഹിക്കുന്നത് മിഷണറി ഒബ്ലെറ്റസ് ഓഫ് മേരി ഇമാക്കുലേറ്റീസ് സഭാംഗങ്ങളായ വൈദികരാണ്. ഇവരുടെ സഭാസ്ഥാപകനായ വിശുദ്ധ യൂജിൻ ഡി മാഡ്നോസ് പാട്രൺസായി തിരഞ്ഞെടുത്തത് തങ്ങളുടെ മിഷണറി പ്രവർത്തനങ്ങളെ മാതൃവാത്സല്യത്തോടെ വീക്ഷിക്കുന്ന പരിശുദ്ധ കന്യകയാണ്. 1941 പശ്ചിമേഷ്യയിൽ മഞ്ഞുമാതാവിനോടുള്ള വണക്കം ആരംഭിച്ചത്. ഇതിന് ചുക്കാൻ പിടിച്ചത് മിഷണറി ഒബ്ലെറ്റസ് ഓഫ് മേരി സഭാംഗമായ പോൾ ഷുൾട്ടി എന്ന വൈദികൻ മഞ്ഞുമാതാവിൻ്റെ അതീവ ഭക്തനായിരുന്നു. ആർട്ടിക് സർക്കിളിന് ഉത്തരഭാഗത്തുള്ള അപരിഷ്കൃത സമൂഹങ്ങളിൽ മിഷൻ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇദ്ദേഹം അറിയപ്പെടുന്നത് ആർട്ടിക്കിലെ പറക്കുന്ന വൈദികൻ എന്നാണ്. മഞ്ഞുമാതാവിനോടുള്ള ആദരസൂചകമായി അദ്ദേഹം ഒരു ചെറിയ ദേവാലയം നിർമ്മിച്ചു. തുടർന്ന് മാതാവിൻ്റെ ചരിത്രം വരയ്ക്കുന്നതിനായി പ്രശസ്തനായ ചിത്രകാരൻ J. വാട്സൺ ഡേവിസിനെ നിയോഗിച്ചു. തൻ്റെ ഔദ്യോഗിക കാലയളവിൽ ഇല്ലനോയ്സിലെ സെമിനാരിയിൽ വസിക്കാനെത്തിയ വൈദികൻ മഞ്ഞുമാതാവിൻ്റെ ചിത്രം സെമിനാരിയിലെ ദേവാലയത്തിൽ സ്ഥാപിച്ചു. അക്കാലയളവിൽ തൻ്റെ സഹവൈദികരോടൊപ്പം ജനങ്ങളുടെ ഇടയിൽ മഞ്ഞുമാതാവിനോടുള്ള ഭക്തി വർദ്ധിപ്പിക്കുന്നതിന് ശ്രമങ്ങൾ ആരംഭിച്ചു. 1943 ഏപ്രിൽ മഞ്ഞുമാതാവിനോടുള്ള നൊവേന ആരംഭിച്ചു. ആദ്യ ഔപചാരിക നൊവേന നടത്തപ്പെട്ടത് 1951 മാതാവിനോടുള്ള ഭക്തി നാൾക്കുനാൾ വർദ്ധിച്ചു വന്നു. 1958 ഫെബ്രുവരി മിസിസിപ്പി താഴ്വരയ്ക്ക് അഭിമുഖമായി പരന്നു കിടക്കുന്ന 80 ഏക്കർ കൃഷിഭൂമിയിൽ നാഷണൽ ഷ്രൈൻ ഓഫ് അവർ ലേഡി ഓഫ് സ്നോ സ്ഥാപിതമായി. നവീന ശില്പകലയുടെ അപൂർവ മാതൃകയായി വിളങ്ങുന്നു. ഈ ദേവാലയം ആഗസ്റ്റ് 5 മഞ്ഞുമാതാവിൻ്റെ തിരുനാൾ ദിനമായി കൊണ്ടാടുന്നു.